ഓക്കെ, അപ്പൊ നമ്മളിന്ന് കേൾക്കാൻ പറ്റാളേ? നമ്മൾ ഇന്ന് ഗാർഹിക പീഡന നിരോധന നിയമത്തെ പറ്റിയാണ് കേട്ടോ പഠിക്കണേ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഗാർഹിക പീഡന നിരോധന നിയമം കേട്ടോ. ഓക്കെ, അപ്പോ ഗാർഹിക പീഡനത്തില് നമ്മൾ പറയണത് കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ പറയുന്നുണ്ട്, പിന്നെ അത് നിലവിൽ വന്ന ഡേറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ.
ക്ലാസ് ഇല്ല. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം വൈകി, സോറി കേട്ടോ. ലാപ്ടോപ്പിന് എന്തോ ഒരു ചെറിയ ഹാങ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഗാർഹിക പീഡന നിരോധന നിയമത്തെ പറ്റിയാണ് പഠിക്കണത് കേട്ടോ. നമ്മള് ഇമ്പോർട്ടന്റ് ആക്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് ഗാർഹിക പീഡന നിരോധന നിയമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സ്ത്രീധന നിരോധന നിയമമൊക്കെ നമ്മൾ പഠിച്ചിരുന്നു 1961. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാർഹിക പീഡന നിരോധന നിയമമാണ് കേട്ടോ. കേൾക്കാൻ പറ്റണില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? പറയണത് കേൾക്കാൻ പറ്റണില്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമത്തില് നമ്മള് പറയണത് കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള, അതായത് നമുക്കറിയാം ഗാർഹിക പീഡന നിയമം എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിന്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ കുടുംബത്തിനകത്ത് സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമത്തിന് അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്കുള്ള നിയമമാണ് ഇത്. സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ കൂടുതൽ ഫലപ്രദമായി ലഭ്യമാക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് ഗാർഹിക പീഡന നിയമം. അത് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമമാണ്. നമുക്കറിയാം ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള അതിക്രമം അല്ലെങ്കിൽ ഒരു പീഡനം, അതിൽ നിന്ന് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ നൽകാവുന്ന ഒരു നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത, ഈ നിയമം 2005 നിലവിൽ വന്നത് കേട്ടോ. 2005 രാഷ്ട്രപതി ഒപ്പുവെച്ചു. പക്ഷെ ഈ നിയമം നിലവിൽ വന്ന ഡേറ്റ് വെച്ചാൽ 2006 ഒക്ടോബർ 26. ഈ ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പുതിയ SCRT-യിലൊക്കെ ഈ ഡേറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം ചോദിച്ചാൽ 2005, ഇത് നിലവിൽ വന്ന് വിത്ത് ഡേറ്റ് ചോദിച്ചാൽ 2006 ഒക്ടോബർ 26. വിത്ത് ഡേറ്റ് പഠിക്കണം കേട്ടോ. പിന്നെ നമുക്കറിയാം ആ സമയത്ത് APJ അബ്ദുൽ കലാം ആയിരുന്നു പ്രസിഡന്റ്, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അപ്പൊ മൻമോഹൻ സിംഗിന്റെ
അബ്ദുൽ കലാമിന്റെയും കാലത്താണ് ഈ ഗാർഹിക പീഡന നിരോധന നിയമം വന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ നിയമം നിലവിൽ വന്ന ഡേറ്റ് എന്തായാലും പഠിക്കുക. 2006 ഒക്ടോബർ 26 നിലവിൽ വന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 2006 ഒക്ടോബർ 26, 6 അവസാനിക്കുന്നത് 6 കേട്ടോ. അപ്പൊ 2006 ഒക്ടോബർ 26 ഗാർഹിക പീഡന നിരോധന നിയമം വന്നത്. ആ സമയത്ത് APJ അബ്ദുൽ കലാമും മൻമോഹൻ സിംഗും ആയിരുന്നു. ഓക്കെ, പിന്നെ ഇത് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നിയമം തന്നെയാണ് ഗാർഹിക പീഡന നിരോധന നിയമം. ചോദിച്ചാൽ 2005. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? ഒന്ന് റിപ്ലൈ തരുമോ? ഓക്കെ, ഇനി 5 അധ്യായങ്ങളാണുള്ളത്. അധ്യായങ്ങൾ പഠിച്ചില്ലെങ്കിലും അതിന്റെ കണ്ടന്റ് പഠിച്ചാൽ മതി. ആദ്യത്തേല് പ്രാരംഭികം, രണ്ടാമത്തേല് ഗാർഹിക അതിക്രമം എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കൾ തുടങ്ങിയവരുടെ അധികാരങ്ങളും ചുമതലകളും, അവരൊക്കെ ആരാണ്, എന്താണ് അവർ ചെയ്യണത്, അതൊക്കെയാണ് ഈ പറയണത്. പരിഹാരം തേടുന്നതിനു വേണ്ടി ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇനി ഇത് ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ ചോദിക്കണത് എന്താണ് ഗാർഹിക ബന്ധുത്വം എന്നാണ് ചോദിക്കണത്. അപ്പൊ ആരെയാണ് നമ്മുടെ ഒരു ഗാർഹിക ബന്ധു, ഒരു വീട്ടിലെ നമ്മുടെ ഒരു ഗാർഹിക ബന്ധു ആരാണ് എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ബ്ലഡ് റിലേഷൻ കൊണ്ട്, രക്തബന്ധം കൊണ്ടോ, അല്ലെങ്കിൽ വിവാഹം മൂലമോ. നമുക്കറിയാം ഒരു മാരേജ് കഴിഞ്ഞ നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്കാണ് സ്ത്രീകൾ വരുന്നത്. അപ്പൊ വിവാഹം മൂലമോ അല്ലെങ്കിൽ വിവാഹിതരാകാതെ ദമ്പതികളെ പോലെ താമസിക്കുകയോ, ഇത് ചോദിച്ചിട്ടുണ്ട്. വിവാഹിതരാകാതെ ദമ്പതികളെ പോലെ ലിവിങ് ടുഗദറിലായവർക്ക് ഈ നിയമം ബാധകമാണോ എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വിവാഹിതര് ആയില്ലെങ്കിലും ലിവിങ് ടുഗദർ പോലെ റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് താമസിക്കണവരോ, അല്ലെങ്കിൽ ദത്തെടുക്കൽ മൂലമുള്ള ബന്ധത്തിലോ, നമുക്കറിയാം ദത്തെടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കുട്ടിയായിട്ടാണ് എടുക്കണത്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരു കൂട്ടുകുടുംബമായി ഒരുമിച്ച് നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ബന്ധം. അതായത് ഒരു വീടിന്റെ കുടക്കീഴില് വരുന്ന എല്ലാവരെയും നമുക്ക് പറയാം, ഒരുമിച്ച് താമസിക്കുന്ന എല്ലാവരെയും നമുക്കൊരു ഗാർഹിക ബന്ധു എന്നുള്ള രീതിയിൽ പറയാം. കൂട്ടുകുടുംബാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേറെ സിസ്റ്റർ ഇൻലോസ് ബ്രദേഴ്സ് ഒക്കെ വരും. അപ്പൊ നമുക്ക് ഒരു കൂട്ടുകുടുംബമായുള്ള വ്യവസ്ഥയിലായ അങ്ങനെയുള്ള ബന്ധു ഈ ഗാർഹിക ബന്ധു എന്ന ഇതിൽ വരും. അപ്പൊ ഏതൊക്കെ വരും? ബ്ലഡ് റിലേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ വിവാഹം മൂലമോ, അല്ലെങ്കിൽ വിവാഹിതരല്ലാതെ ഒരുമിച്ച് ദമ്പതികളെ പോലെ കപ്പിൾസ് ആയിട്ട് താമസിക്കുകയോ, ദത്തെടുക്കൽ മൂലമുള്ള ബന്ധം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കുമ്പോഴും ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള ബന്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗാർഹിക ബന്ധുത്വം എന്ന് പറയാം. ഇനി അപ്പൊ നമ്മൾ ഈ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയണ പേരാണ് ഗാർഹിക പീഡനം. ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ട അംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന പീഡനം. അപ്പൊ നമുക്കറിയാം ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടീനെ സംബന്ധിച്ച് അമ്മായിമ്മയാവാം, അമ്മായിപ്പനാവാം, അല്ലെങ്കിൽ അവരുടെ നാത്തൂനാവാം, അങ്ങനെ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഗാർഹിക പീഡനം എന്ന് പറയാം. അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പീഡനം ഉണ്ടായി അതൊക്കെ നമുക്ക് ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുത്താം. ഇനി സങ്കടകക്ഷി, ഇപ്പൊ ഒരു വീട്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു മരുമോളായിരിക്കാം അവിടെ സങ്കടകക്ഷി. അപ്പൊ എതിർ കക്ഷിയുമായി ഗാർഹിക ബന്ധമുള്ളതോ ഗാർഹിക ബന്ധത്തിൽ പെട്ടതും എതിർ കക്ഷിയാൽ ഗാർഹിക പീഡനത്തിന് ഇരയായതായി ആരോപിക്കപ്പെട്ടിട്ടുള്ളതുമായ ഏതെങ്കിലും സ്ത്രീ. ഒന്നുമില്ല, ഒരു വീട്ടില് കല്യാണം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അമ്മായിമ്മ കൊണ്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ പാർട്ട്ണറെ കൊണ്ടുള്ള പ്രശ്നം, നാത്തൂനെ കൊണ്ടുള്ള പ്രശ്നം, അപ്പൊ ആ മരുമോളാണ് അവിടുത്തെ സങ്കട കക്ഷി. നമുക്ക് വായിച്ചാൽ മനസ്സിലാവണ കാര്യമാണ്. മറ്റവരാണ് ഓപ്പോസിറ്റ് സൈഡിൽ അവളെ ഉപദ്രവിക്കണവരാണ് ഈ എതിർകക്ഷി എന്ന് പറയണത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ആരൊക്കെയാണ് ഗാർഹിക ബന്ധു എന്ന് ക്ലിയർ അല്ലേ? ഇത് എല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദത്തെടുക്കൽ മൂലമുള്ളത് ഗാർഹിക ബന്ധമാണോ? ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ കപ്പിൾസ് ആയിട്ട് ഒരുമിച്ച് കഴിയുന്നത് ഗാർഹിക ബന്ധുവാണോ? കൂട്ടുകുടുംബ വ്യവസ്ഥയിലുള്ള ഒരു ഗാർഹിക ബന്ധുവാണോ? ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഈ ഇമ്പോർട്ടന്റ് ആക്ടിലെ കൂടുതലും കണ്ടന്റുകളാണ് പഠിക്കേണ്ടത്, അതിലെ കാര്യങ്ങൾ. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വർഷം ഒന്ന് കമന്റ് ചെയ്താ നിങ്ങള്. ഗാർഹിക പീഡന നിയമം നിലവിൽ വന്ന ഡേറ്റ്
വിത്ത് ഇയർ. ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നെന്നാ? ഓർമ്മയില്ലേ? 2006 ഒക്ടോബർ 26. അതിന്റെ ഇംഗ്ലീഷ് നെയിം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് കേട്ടോ. ഇത് ഇംഗ്ലീഷ് 2005 അല്ല, 2006 ഒക്ടോബർ 26 കേട്ടോ. 2005 നിയമം എന്നാണ് പറയണത്. 2006 ഒക്ടോബർ 26 കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് കേട്ടോ ഇംഗ്ലീഷ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ ഇംഗ്ലീഷ് കേട്ടോ. ഓക്കെ, ഇനി കുറച്ച് അധ്യായങ്ങൾ നമ്മൾ പഠിക്കാണ്. അധ്യായം 1 പറയുന്നത് പ്രാരംഭം. അതിക്രമത്തിന് ഇരയായവൾ എന്നാൽ എതിർകക്ഷിയുമായി കുടുംബ ബന്ധം ഉള്ളതും ഗാർഹിക അതിക്രമത്തിന് ഇരയായുള്ളവൾ എന്നാണ് അർത്ഥം. അതായത് ആരെയാണ് നമ്മൾ അതിക്രമത്തിന് ഇരയായവൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു അതിക്രമത്തിന് ഇരയായവൾ ആരാണോ, അതായത് ഇപ്പൊ ഇപ്പൊ അമ്മായിമ്മ മരുമോൾ കേസ് എടുക്കാണ്. ഒരു വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, ആ കുട്ടീനെ സംബന്ധിച്ച് ആ പെൺകുട്ടിയായിരിക്കാം ഒരുപക്ഷെ അതിക്രമത്തിന് ഇരയായവൾ. അപ്പൊ ആ മരുമോളെയാണ് നമ്മൾ അതിക്രമത്തിന് ഇരയായവൾ, അവളെ ഉപദ്രവിച്ചവരെയാണ് എതിർ കക്ഷി എന്ന് പറയണത്. അപ്പൊ അതിക്രമത്തിന് ഇരയായവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർവചനം പറയണത് എതിർ കക്ഷിയുമായി കുടുംബ ബന്ധമുള്ളതും, അതായത് ഇപ്പൊ അമ്മായിയമ്മ നമ്മുടെ ഈ മരുമോളുമായിട്ട് കുടുംബ ബന്ധം ഉള്ളതാണ്, ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന ആളാണ്. അപ്പൊ എതിർ കക്ഷിയുമായി കുടുംബ ബന്ധമുള്ളതും ഗാർഹിക അതിക്രമത്തിന് ഇരയായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. ഇനി കുട്ടി എന്ന പദം എന്ന് പറഞ്ഞാൽ എന്താ? ദത്തെടുത്തതാവാം, വളർത്തുകുട്ടിയാവാം. അങ്ങനെ 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിനെയും നമ്മൾ ഈ നിയമപ്രകാരം കുട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കുട്ടി എന്നാൽ ദത്തെടുത്ത കുട്ടിയാവാം, വളർത്തുകുട്ടിയാവാം. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിനെയും നമുക്ക് കുട്ടി എന്ന് പറയാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഗാർഹിക റിപ്പോർട്ട് എന്നൊക്കെ പറയും. ഈ ഗാർഹിക റിപ്പോർട്ട് എന്നാൽ ഗാർഹിക അതിക്രമത്തെ കുറിച്ച് പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പരാതി നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കിയത് എന്ന അർത്ഥം. അതായത് ഗാർഹിക റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടില് എനിക്കൊരു അതിക്രമം അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. അപ്പൊ അത് നിർദ്ദിഷ്ട ഫോറത്തിന് ഞാൻ എന്നെ ഇന്നതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പരാതി കൊടുക്കണേന്. ആ നിശ്ചിത ഫോറത്തിൽ നമ്മൾ ഈ പരാതിയൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ആളെ പറ്റിയുള്ള പരാതിയൊക്കെ എഴുതി കൊടുക്കണേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഗാർഹിക റിപ്പോർട്ട് എന്ന് പറയാ. എന്തൊക്കെ അതിക്രമങ്ങൾ നടന്നു, അപ്പൊ ഗാർഹിക അതിക്രമത്തെ കുറിച്ച് പരാതിക്കാരിയിൽ നിന്ന് ലഭിച്ച പരാതിക്കാരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് കംപ്ലൈന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനാണ് പരാതിക്കാരി. നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കിയത് എന്നർത്ഥം. ഇനി കുടുംബ ബന്ധം എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, രക്തബന്ധമാവാം, വിവാഹ സമാനമായ ബന്ധമാവാം, ദത്തെടുക്കലാവാം, കൂട്ടുകുടുംബം തുടങ്ങിയ കാരണങ്ങൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചത് മൂലമുണ്ടായ ബന്ധം. ഓക്കെ, ഒരു വീടിന്റെ ഒരു കുടക്കീഴിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയാ കുടുംബ ബന്ധം. ഇനി മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ആരെയാണെന്നോ പറയണേ. മജിസ്ട്രേറ്റ് എന്നാൽ ഗാർഹിക അതിക്രമത്തിന് ഇരയായ വ്യക്തി താൽക്കാലികമായോ അല്ലാതെയോ താമസിക്കുന്ന സ്ഥലത്തോ എതിർകക്ഷി താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഗാർഹിക അതിക്രമം നടന്നതായി ആരോപിക്കുന്ന സ്ഥലത്തോ അധികാരപരിധിയിലുള്ള ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനെയാണ് നമ്മൾ പറയണത്. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്നത് ഇരിങ്ങാലക്കുടയാണ്. അപ്പൊ ആ ഭാഗത്തുള്ള ഗാർഹിക അതിക്രമത്തിന് ഇരയായ വ്യക്തി ചിലവരിപ്പോ എന്താ പറയാ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ചില ഷെൽട്ടർ ഹോമുകളെയൊക്കെ അഭയം പ്രാപിക്കാറുണ്ട്. ഇത് ആ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോ അപ്പൊ അവിടെ താൽക്കാലികമായിട്ട് താമസിക്കുന്നതാവാം, അല്ലെങ്കിൽ ആ വീട്ടില് ആ എതിർകക്ഷി നമുക്ക് ഇപ്പൊ അമ്മായിയമ്മയൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരുമിച്ചാണല്ലോ താമസിക്കണത്. അപ്പൊ ആ എതിർകക്ഷി താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഗാർഹിക അതിക്രമം നടന്നതായി ആരോപിക്കുന്ന ആ അധികാരപരിധിയിലുള്ള ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനെയാണ് നമ്മൾ മജിസ്ട്രേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എതിർകക്ഷി എന്നാൽ ഗാർഹിക അതിക്രമത്തിന് ഇരയായ വ്യക്തിയുമായി കുടുംബ ബന്ധത്തിൽ ഇരിക്കുന്നതോ ആയ പ്രായപൂർത്തിയായ പുരുഷൻ എന്നർത്ഥം. ഇത് പുരുഷൻ എന്ന് ഈ ഡെഫിനിഷനിൽ പറഞ്ഞാലും ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിക്രമത്തിന് ഇരയായ സ്ത്രീക്ക്
ഭർത്താവിനെതിരെ കൊടുക്കാം. വിവാഹബന്ധ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആൾക്കോ എതിരെയോ, അതായത് ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിൽ ആ കപ്പിള്, ആ ഓപ്പോസിറ്റ് ഹസ്ബൻഡ് എന്ന് പറയാൻ പറ്റില്ല, ലിവിങ് ടുഗദർ ആയി ആ പാർട്ട്ണർ, കൂടാതെ ഇവരുടെ ബന്ധുക്കൾക്കെതിരെ പരാതി കൊടുക്കാം. ഇതാണ് ഇവിടെ പറയണത്. നമ്മുടെ ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം നമുക്ക് കംപ്ലൈന്റ് ആണുങ്ങൾക്ക് മാത്രമല്ല, അത് നമ്മുടെ പാർട്ട്ണർക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുന്നത്, അവരുടെ ബന്ധുക്കൾക്ക് എതിരായിട്ടും നമുക്ക് പരാതി കൊടുക്കാം. അതായത് അമ്മായിമ്മയ്ക്കോ അമ്മായിപ്പനോ നാത്തൂനോ ഒക്കെ എതിരായിട്ടും നമുക്ക് പരാതി കൊടുക്കാം. അതായത് ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷ പങ്കാളിയുടെ ബന്ധുവിൽ നിന്നുള്ള പീഡനവും ഈ നിയമപ്രകാരം കുറ്റകരമാണ്. അപ്പൊ ആ വീട്ടിലെ ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അവർക്കൊക്കെ എതിരായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഈ നിർവചനങ്ങളൊന്നും കണ്ടു പേടിക്കണ്ട, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവണ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ക്ലിയർ അല്ലേ? 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് പോട്ടെ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ക്ലിയർ ആണോ? എന്തേലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഓക്കെ, നമുക്ക് ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് ക്ലിയർ ആവും. ഇനി അടുത്തത് ഗാർഹിക അതിക്രമം. ഇത് 4 തരം പീഡനങ്ങളെ ആയിട്ട് ഈ ഗാർഹിക പീഡന നിയമത്തിൽ പീഡനങ്ങളെ നമ്മൾ 4ആയിട്ട് തിരിച്ചുണ്ട്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഗാർഹിക പീഡന നിയമത്തിൽ 4 തരം പീഡനങ്ങളാണുള്ളത്. ഒന്ന് ശാരീരികമായ പീഡനം, നമുക്കറിയാം ശാരീരികമായിട്ട് പീഡിപ്പിക്കുക. 2 ലൈംഗികപരമായിട്ടുള്ള പീഡനം, അപ്പൊ ലൈംഗികമായ പീഡനം രണ്ടാമത്തെയാണ്. 3-മത്തെ സാമ്പത്തികമായ പീഡനം. ഓക്കെ, 4-മത്തെയാണ് വാക്കാലോ വൈകാരികമായോ ആയ പീഡനം. ഈ 4 പഠിച്ചു വെക്കണം. താഴെ തന്നിരിക്കുന്നവയിൽ ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നത് പെടും, ലൈംഗികമായി പീഡിപ്പിക്കുന്നത് പെടും, സാമ്പത്തികമായ പീഡനം ഇതാണ് ഇടയ്ക്ക് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാറ്. സാമ്പത്തികമായ പീഡനം താഴെ തന്നിരിക്കുന്നവയിൽ പെടില്ല എന്ന് പറയും. സാമ്പത്തികമായ പീഡനവും ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ വാക്കാലോ വൈകാരികമായോ പീഡനം, അതായത് മനഃപൂർവ്വം ഒരാളെ, ഇപ്പം മക്കളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേരൊക്കെ വിളിച്ച് അവളെ വിഷമിപ്പിക്കണത്, അതൊക്കെ ഈ പറഞ്ഞ വൈകാരികമായ പീഡനത്തിലൊക്കെ പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 4 തരം പീഡനമാണ് ഗാർഹിക പീഡനത്തിലുള്ളത്. ശാരീരികമായ പീഡനമുണ്ട്, ലൈംഗികമായ പീഡനമുണ്ട്, സാമ്പത്തികമായ പീഡനമുണ്ട്, വാക്കാലോ വൈകാരികമായ പീഡനമുണ്ട്. ഇനി എന്താണ് ശാരീരികമായ പീഡനം? നമുക്കറിയാം ദേഹോപദ്രവം ഏൽപ്പിക്കുക. ആരെയും നമുക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കാനായിട്ട് ഒരു റൈറ്റും ഇല്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ശിക്ഷാർഹമായ ഭയപ്പെടുത്തൽ, എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തല്, അല്ലെങ്കിൽ ആ ഭയപ്പെടുത്തിക്കൊണ്ട് അവളെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുക, ബലപ്രയോഗം, ഇതൊക്കെ അതൊക്കെ ഇതിൽ പെടുന്നതാണ്. എന്നിവ ഉൾപ്പെടെ ശാരീരിക വേദനയ്ക്കോ ദുരിതത്തിനോ ഇടയാക്കുകയോ ജീവനോ അവയവത്തിനോ ആരോഗ്യത്തിനോ അപകടമുണ്ടാക്കുകയോ ആരോഗ്യത്തിനോ വളർച്ചയ്ക്കോ കോട്ടം വരുത്തുകയോ ചെയ്യുന്ന ഏത് പ്രവർത്തിയും ഉൾപ്പെടുന്നു. അപ്പോൾ ശാരീരികമായ പീഡനം, ഇന്നാള് ഒരു പെൺകുട്ടി മരിച്ചത് കണ്ടില്ലേ? ആ കുട്ടി മരിക്കുമ്പോൾ 21 കിലോ വെയിറ്റ് ഉണ്ടായുള്ളൂ, പച്ചരി പഞ്ചസാരയും മാത്രം കൊടുത്തു. അതൊക്കെ ഈ പറഞ്ഞ ശാരീരികമായ പീഡനത്തിലും കൂടി പെടുന്ന ഒരു പീഡനമാണ്. ഓക്കെ, അപ്പൊ ദേഹോപദ്രവമാവാം, ശിക്ഷാർഹമായ ഭയപ്പെടുത്തലാവാം, ബലപ്രയോഗമാവാം, എന്നിവ ഉൾപ്പെടെ ശാരീരിക വേദനയ്ക്ക്, അതായത് നമുക്ക് ഭക്ഷണം തരാതിരിക്കുക, അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്കൊക്കെ കോട്ടം വരുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് കോട്ടം വരുത്തുന്ന ഒരു തെറ്റാണ്. അപ്പൊ അതൊക്കെ ശാരീരികമായ പീഡനത്തിൽ ഉൾപ്പെടുന്നതാണ്. നമുക്ക് ഭക്ഷണം നേരത്തിന് തരാതിരിക്കുക, അതായത് പട്ടിണിക്കിടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുക, ഇപ്പൊ കറി വെച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ നമ്മൾ ഉപദ്രവിക്കുക, നമ്മളെ ഭയപ്പെടുത്തുക, ഇതൊക്കെ ശാരീരികമായിട്ടുള്ള പീഡനത്തിൽ വരുന്നതാണ്. ഇനി എന്താണ് ലൈംഗികമായ പീഡനം? നമുക്ക് അറിയണതാണ്. സ്ത്രീകളെ അപമാനിക്കുന്നതോ തരം താഴ്ത്തുന്നതോ നിന്ദിക്കുന്നതോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ലൈംഗിക സ്വഭാവമുള്ള പ്രവൃത്തി, അങ്ങനെയുള്ളതാണ് ലൈംഗികമായ പീഡനത്തെ പറയുന്നത്. ഇനി
സാമ്പത്തികമായ പീഡനം ഉണ്ട്. അതായത് സങ്കടകക്ഷി എന്ന് ഉദ്ദേശിക്കണത് സാധാരണഗതിയിൽ നമ്മൾ മരുമോളെ ഉദ്ദേശിക്കണത്. അപ്പൊ സങ്കടകക്ഷിക്കും അവളുടെ കുട്ടികൾക്കും വേണ്ട ഗാർഹിക ആവശ്യത്തിനുള്ള പണം, അതായത് ഒരു ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും നീഡ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ അവൾക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും കുറച്ച് ബേസിക് നീഡ് ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള പണമുണ്ട്. അതേപോലെ തന്നെ സ്ത്രീധനം, അവർക്ക് കൂട്ടായോ പ്രത്യേകമായോ ഉടമസ്ഥതയുള്ള വസ്തു ഭാഗം വെച്ച വീടിന്റെ വാടക, ജീവനാംശം എന്നിവയും അവർക്ക് ആവശ്യമുള്ളതും നിയമപ്രകാരമോ നാട്ടാചാര പ്രകാരമോ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതും കോടതി ഉത്തരവ് പ്രകാരമോ മറ്റു വിധത്തിലോ നൽകേണ്ടതുമായ സമ്പത്ത് ഇല്ലായ്മ ചെയ്യുക. അതായത് നമുക്ക് അവകാശപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പൈസയോ അല്ലെങ്കിൽ ജീവനാംശമോ ഒക്കെ നമുക്ക് തരാണ്ട് എന്താ പറയുക, നമ്മളെ ഉപദ്രവിക്കുക, അതൊക്കെ സാമ്പത്തികമായ പീഡനാണ്. ഇപ്പൊ ഇതൊക്കെ ഇതിന്റെ അണ്ടറിലും വരും. അതായത് സ്ത്രീധനത്തുക ബാക്കി തരാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുക, സ്ത്രീധന നിരോധന നിയമത്തിന്റെ അണ്ടറിലും അത് വരും. ഓക്കെ. അതേപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട പൈസ, അതേപോലെ ജീവനാംശം, ആ സാധനം, ആ പൈസ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ഉത്തരവുകളിൽ കൂടെയൊക്കെ ചിലപ്പോൾ പൈസയൊക്കെ കിട്ടണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള പൈസ ഒന്നും കൊടുക്കാണ്ട് അവളുടെ കാശ്, അവൾക്ക് ഏതെങ്കിലും രീതിയിൽ അർഹതപ്പെട്ട കാശൊക്കെ പൂഴ്ത്തി വെച്ച് അവളെ ഉപദ്രവിക്കുക, സാമ്പത്തികമായിട്ട് അവളെ പീഡിപ്പിക്കണതിനെയാണ് സാമ്പത്തികമായ പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങക്ക് കണ്ടന്റ് പഠിച്ചാൽ മതി കേട്ടാ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് മാത്രം പഠിച്ചാൽ മതി. അല്ലാണ്ട് ഈ ഡെഫിനിഷൻ മുഴുവൻ കാണാപ്പാടൊന്നും പഠിക്കുകയൊന്നും വേണ്ട. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായാൽ മതി ഇത് അതിൽ പെടുവോ ഇല്ലയോ എന്ന്. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ആ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കുക, ഇതൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടാ. ഇനി അടുത്തത് ഈ സാമ്പത്തിക പീഡനത്തിന്റെ അണ്ടറിൽ വരണതാണ് സ്ത്രീധനമായി ലഭിച്ചതോ ഗാർഹിക ബന്ധം മൂലം അവകാശം ഉണ്ടായിരിക്കുന്നതോ ആയ കുടുംബ വസ്തുക്കൾ, പ്രത്യേകമായോ കൂട്ടമായോ കൈവശം വെച്ചിരിക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവ കൈമാറ്റം ചെയ്യൽ, സ്ഥാവര ജംഗമ വസ്തുക്കൾ, മൂല്യമുള്ള വസ്തുക്കൾ, ഓഹരികൾ, കടപ്പത്രങ്ങൾ, അതുപോലുള്ള മറ്റു വസ്തുക്കൾ എന്നിവ അന്യാധീനപ്പെടുത്തുക. അതായത് ഇവൾക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും, ഇവളുടെ സ്ത്രീധനം വീട്ടിൽ നിന്ന് കിട്ടിയ പൈസയായിരിക്കാം, അത് അന്യായമായിട്ട് കൊണ്ടുപോകണതൊക്കെ ഈ നിയമപ്രകാരം തെറ്റാണ്. അല്ലെങ്കിൽ അവൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അവൾക്ക് എന്തെങ്കിലും രീതിയിൽ മൂല്യമുള്ള വസ്തുക്കളൊക്കെ അവളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അവളുടെ പേരിൽ നിന്ന് മാറ്റുക, അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുക, അതൊക്കെ ഈ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം തെറ്റാണ്. ഗാർഹിക ബന്ധം മൂലം ഉപയോഗിക്കുവാനും അനുഭവിക്കാനും അവകാശപ്പെട്ട ധനവിഭവങ്ങൾ ലഭിക്കുന്നതും ഭാഗം വെച്ച വീട്ടിലേക്ക് പ്രവേശനം തടയുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ എന്താ പറയാ, അവൾക്ക് അനുഭവിക്കാൻ അവകാശപ്പെട്ട സ്വത്ത്, അവൾക്ക് അനുഭവിക്കാൻ അവകാശപ്പെട്ട എന്താ മൂല്യമുള്ള വസ്തുക്കൾ, ഇതൊക്കെ കൈയടക്കാൻ ശ്രമിക്കണത്, ഇതൊക്കെ സാമ്പത്തികമായ പീഡനത്തിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് വാക്കാലോ വൈകാരികമോ ആയ പീഡനം. അതായത് ആക്ഷേപിക്കുക, അപമാനിക്കുക, ചീത്ത വിളിക്കുക, നമ്മുടെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ എതിരെ വിളിക്കുക, അവരെയൊക്കെ ചീത്ത വിളിക്കുക, ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നമ്മളെ വിഷമിപ്പിക്കണതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരും. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകാതിരിക്കുകയോ ആൺകുഞ്ഞിനെ പ്രസവിക്കാതിരിക്കുകയോ ചെയ്തതിനെ അപമാനിക്കുക, സങ്കടകക്ഷിക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വ്യക്തിക്ക് ശാരീരിക വേദന ഉണ്ടാക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുക. അതായത് ഇപ്പൊ സ്ത്രീധനത്തിന്റെ അല്ലെങ്കിൽ തരാനുള്ള പൈസ തന്നില്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നിന്റെ ആങ്ങളേനെ അങ്ങനെ ഉപദ്രവിക്കും, ഇങ്ങനെ ഏത് തരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയാലായാലും അവളെ വിഷമിപ്പിക്കാൻ കൽപ്പിച്ചു കൂട്ടി ചെയ്യണ എല്ലാ പ്രവൃത്തിയും ഈ പറഞ്ഞ വാക്കാലോ വൈകാരികമോ ആയ പീഡനമാണ്. അപ്പൊ 4 തരം പീഡനമാണ് നമ്മൾ പറഞ്ഞത്. ശാരീരികമായ പീഡനം, അവളെ ഉപദ്രവിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, അവളുടെ ആരോഗ്യത്തിനൊക്കെ കോട്ടം വരുത്തണ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാം, അതൊക്കെ ശാരീരികമായ പീഡനമാണ്. പിന്നെ ലൈംഗികമായ പീഡനം, ലൈംഗികമായിട്ട് അവളെ പീഡിപ്പിക്കുക. അതേപോലെ തന്നെ അടുത്തതാണ് സാമ്പത്തികമായ പീഡനം, അവൾക്ക് അവകാശപ്പെട്ട സ്വത്താവാം, അവൾക്ക് കിട്ടിയ വസ്തുക്കളായിരിക്കാം, സ്ത്രീധനം അല്ലെങ്കിൽ സമ്മാനമായിട്ട്, അതൊക്കെ അത് ഒക്കെ ഭീഷണിപ്പെടുത്തി അവളുടെ നിന്ന് തട്ടിയെടുക്കുക, ഇതൊക്കെ
വെടുപ്പുള്ള വസ്തുക്കളൊക്കെ അവളുടെ സ്വന്തമായിട്ടുള്ള വസ്തുക്കളൊക്കെ നിർബന്ധിച്ച് അവളുടെ നിന്ന് മേടിച്ചെടുക്കണതൊക്കെ ഈ നിയമപ്രകാരം തെറ്റാണ്. പിന്നെ വാക്കാലോ വൈകാരികമായ പീഡനം, നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവളെ കുഞ്ഞുണ്ടാവാത്ത ആളാണെന്നും പറഞ്ഞ് വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക, ഇതൊക്കെ ഈ പറഞ്ഞ വാക്കാലോ വൈകാരികമോ ആയ പീഡനമാണ്. ഇങ്ങനെ 4 തരം പീഡനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഈ 4 തരം പീഡനം ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറഞ്ഞേ. ഞാൻ ഈ ഭാഗത്തുനിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, നിങ്ങൾ ഇതിന് ആൻസർ പറയണേ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരാണ് കേട്ടോ ചോദിച്ചേടാൻ. അയ്യോ, ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി എടുത്തെങ്കിലേ പറയാൻ പറ്റുള്ളൂ, സോറി കേട്ടോ. ആ ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതൊക്കെ കേട്ടോ? ഓപ്ഷൻ എ ശാരീരികമായ പീഡനം, ഓപ്ഷൻ ബി ലൈംഗികമായ പീഡനം, ഓപ്ഷൻ സി വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടും. എന്നിട്ട് ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം, ഇത്രയും പഠിച്ച ഭാഗത്തുനിന്ന് കേട്ടോ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം. നിങ്ങൾക്ക് കിട്ടും ആൻസർ, പക്ഷെ നമ്മൾ അവിടം വരെ എത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ, അടുത്തേക്ക് പോവാ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ആർക്കൊക്കെ നമുക്ക് പരാതി നൽകാം? നമ്മള് ഈ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് ആർക്കൊക്കെയാണ് നമുക്ക് പരാതി നൽകാൻ അവകാശമുള്ളതെന്ന്. അപ്പൊ ഗാർഹിക പീഡനത്തിന് വിധേയായി എന്ന് ആരോപിക്കപ്പെടുന്ന ഏതൊരു സ്ത്രീക്കും അവൾക്ക് വേണ്ടി ഏതൊരു വ്യക്തിക്കും പരാതി നൽകാം. ഇപ്പൊ എനിക്കാണ് ഗാർഹിക പീഡനം ഉണ്ടായി എന്നുണ്ടെങ്കിൽ എനിക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറൊരാൾക്ക് ഏതൊരു വ്യക്തിക്ക് വേണേലും പരാതി കൊടുക്കാം. അപ്പൊ ഗാർഹിക പീഡനത്തിന് വിധേയായി എന്ന് ആരോപിക്കപ്പെടുന്ന ആ സ്ത്രീക്ക് കൊടുക്കാം, അവൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിക്കും പരാതി നൽകാം. ഇനി ഗാർഹിക പീഡന നിയമപ്രകാരം ഓരോ കുട്ടിക്കും പരിഹാരം ലഭിക്കാൻ അർഹതയുണ്ട്. അതായത് ഇപ്പൊ 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്കും അതിനുള്ള പരിഹാരം കിട്ടാൻ അനുവാദം ഉണ്ട്. ആ പെൺകുട്ടിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ടെങ്കിൽ ആ ഓരോ കുട്ടിക്കും പരിഹാരം ലഭിക്കാൻ അർഹതയുണ്ട്. ഇനി നമ്മൾ ആർക്കെതിരെയാണ് പരാതി കൊടുക്കേണ്ടത്? സ്ത്രീയുമായി ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയായ ഏതൊരു പുരുഷ അംഗത്തിന് എതിരെയും നമുക്ക് കൊടുക്കാം. അതായത് വീട്ടില് അമ്മായിയച്ഛനുള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ പുരുഷ അംഗത്തിനെതിരെ കൊടുക്കാൻ പറ്റും. അപ്പൊ സ്ത്രീയുമായി ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കെതിരെ കൊടുക്കാൻ പാടില്ല, പ്രായപൂർത്തിയായ
ഏതൊരു പുരുഷ അംഗത്തിനെതിരെയും കൊടുക്കാം. ഭർത്താവിന്റെയോ പുരുഷ പങ്കാളിയുടെയോ ബന്ധുക്കൾക്കെതിരെ, പുരുഷ പങ്കാളി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലിവിങ് ടുഗദർ പോലെ ജീവിക്കണവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. അപ്പൊ അത് ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, പങ്കാളി എന്നാണല്ലോ പറയാൻ പറ്റുക. അപ്പൊ ഭർത്താവിന്റെയോ പുരുഷ പങ്കാളിയുടെയോ ബന്ധുക്കൾക്കെതിരെ കൊടുക്കാം നമുക്ക്. പുരുഷ പങ്കാളിയുടെ ബന്ധുക്കളിൽ ആണുങ്ങൾക്കെതിരെ മാത്രമല്ല, നമുക്ക് സ്ത്രീകൾക്കെതിരെയും. കാര്യം ഇത് ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ള, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനുള്ള നിയമമാണെങ്കിലും ഇതില് നമുക്ക് സ്ത്രീകൾക്കെതിരെയും പരാതി കൊടുക്കാം. ഇപ്പൊ ഒരു മരുമോളെ സംബന്ധിച്ച് അമ്മായിയമ്മയ്ക്കെതിരെയും നാത്തൂനെതിരെയും ഒക്കെ പരാതി കൊടുക്കാം. അല്ലാണ്ട് പുരുഷന്മാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ മാത്രമല്ല കൊടുക്കാൻ പറ്റുക, സ്ത്രീകൾക്കും കൊടുക്കാം. ഇതും വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റേറ്റ്മെന്റിൽ, സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന്, സ്ത്രീകൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുമെന്ന്. ഒരു സ്ത്രീക്ക് ഈ നിയമപ്രകാരം പുരുഷന്മാർക്ക് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേല് അതിൽ സ്ത്രീകൾക്കും കൊടുക്കാം, പിന്നെ 2 പേർക്കും കൊടുക്കാം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആർക്കാണ് വിവരങ്ങൾ നൽകുകയോ പരാതി നൽകുകയോ ചെയ്യേണ്ടത്? നമ്മൾ ആർക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗാർഹിക പീഡനം നമ്മുടെ വീട്ടിൽ നടന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഗാർഹിക പീഡനം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? ഒന്നെങ്കിൽ ഒരു പോലീസ് ഓഫീസർക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാവ്, ഇത് ഒരു NGO പോസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസറൊക്കെ ഇതിന് നമ്മൾ പറയും. ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ അപ്പോയിന്റ് ചെയ്യണത് കേരള ഗവൺമെന്റ് ആണ്. അപ്പൊ അവർ അങ്ങനെയുള്ള അപ്പോയിന്റ് ചെയ്താക്കണ ഓഫീസർക്ക് നമുക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. അപ്പൊ ഇത്രയും പേർക്ക് നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു ഗാർഹിക പീഡനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഗാർഹിക പീഡനം നമ്മുടെ അനുഭവിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരാതി കൊടുക്കാം. ആർക്കൊക്കെ പരാതി കൊടുക്കാം? ഒരു പോലീസ് ഓഫീസർക്ക് പരാതി കൊടുക്കാം, പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കാം, സേവനദാതാവിന് അല്ലെങ്കിൽ NGOയ്ക്ക് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് പരാതി നൽകാം. ഓക്കെ, ആർക്കാണ് മജിസ്ട്രേറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക? അപ്പൊ നമുക്ക് മജിസ്ട്രേറ്റിന് കൊടുക്കാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ, മജിസ്ട്രേറ്റിന് പരാതി നൽകാം. അപ്പൊ മജിസ്ട്രേറ്റിന് ആർക്കൊക്കെ പരാതി നൽകാൻ അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക? ഒന്ന്, പീഡിതയായ വ്യക്തിക്ക്, നമ്മൾ നേരത്തെ പഠിച്ചു, പീഡിതയായ വ്യക്തിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ, ഈ പ്രൊട്ടക്ഷൻ ഓഫീസറും അതേപോലെ സർവീസ് പ്രൊവൈഡറും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യണ വ്യക്തികളാണ്. നമുക്കൊരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ആർക്ക്? മജിസ്ട്രേറ്റിനോട് കേട്ടോ. ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മറ്റേതെങ്കിലും വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീകൾക്ക് എല്ലാ സഹായവും നൽകേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെയും സേവനദാതാവിന്റെയും കടമയാണ്. നമ്മൾ ഇനി പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെയാണ് മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാൻ പറ്റുന്നത്. ഇനി ആരാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാര്? സേവനദാതാക്കൾ, സർവീസ് പ്രൊവൈഡർ എന്നാട്ടോ ഇംഗ്ലീഷ്, സേവനദാതാക്കളെ. ഇവരുടെ അധികാരങ്ങളും ചുമതലകളും ആണ് അധ്യായം 3 പറയണേ. എന്തൊക്കെയാണ് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ സേവനദാതാക്കളുടെയും അധികാരങ്ങളും അവരുടെ ചുമതലകളും എന്നാണ് ഇനി പറയാൻ പോണത് കേട്ടോ. സംരക്ഷണ ഓഫീസർമാർ, അതാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ. പ്രൊട്ടക്ഷന്റെ മലയാളമാണല്ലോ സംരക്ഷണം. അപ്പൊ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരെന്നാണ് കാണുന്നത്. മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ സംരക്ഷണ ഓഫീസർമാരെന്നും കാണാം കേട്ടോ. അപ്പൊ സംരക്ഷണ ഓഫീസർമാർ, സേവനദാതാക്കൾ അതായത് സർവീസ് പ്രൊവൈഡേഴ്സ്, പോലീസ് ഓഫീസർ, മജിസ്ട്രേറ്റ് തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കാണ് ഗാർഹിക പീഡനം സംബന്ധിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അധികാരമുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആർക്കൊക്കെയാണ് ഈ നമ്മൾ പരാതി കൊടുക്കേണ്ടത്? ഒന്ന് പോലീസ് ഓഫീസർ ആവാം, പ്രൊട്ടക്ഷൻ ഓഫീസർ ആവാം, സേവനദാതാവ് ആവാം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്. ഇതിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടാ, വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റ് തന്നിട്ട് പറയും താഴെ അവർക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ, സേവനദാതാക്കള്, പോലീസ് ഓഫീസർ, മജിസ്ട്രേറ്റ് തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കാണ് ഗാർഹിക പീഡനം സംബന്ധിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അധികാരമുള്ളത്. ഓക്കെ, ഇനി സെഷൻ 4(1) പറയണത്, ഒരു ഗാർഹിക അതിക്രമം നടന്നുവെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ അറിയാവുന്ന ഏതൊരാൾക്കും പ്രസ്തുത വിവരം പ്രൊട്ടക്ഷൻ ഓഫീസറെ അറിയിക്കാം. ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യണ ഒരു പോസ്റ്റാണ്, ഓഫീസറാണ്.
ഓക്കെ. അപ്പൊ ഒരു വീട്ടിൽ ഇപ്പം നമ്മുടെ അയൽപക്കത്ത് അവിടെ ഗാർഹിക പീഡനം നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് കൊണ്ടുപോവാണെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാം. അപ്പോ ഒരു ഗാർഹിക അതിക്രമം നടന്നുവെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ അറിയാവുന്ന ഏതൊരാൾക്കും ഈ പ്രൊട്ടക്ഷൻ ഓഫീസറെ അറിയിക്കാം. ഇനി സെഷൻ 5 പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ, സർവീസ് പ്രൊവൈഡേഴ്സ്, മജിസ്ട്രേറ്റ് എന്നിവരുടെ ചുമതലകൾ പറയുന്ന സെഷനാണ് സെഷൻ 5. സെഷൻസ് ഒന്നും കാണാണ്ട് പഠിക്കണം എന്ന് നിർബന്ധമില്ല, കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? കണ്ടന്റ് മനസ്സിലാവണില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇതിങ്ങനെ PPT-യിൽ കുറെ കൊടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതിൽ എന്താണ് പറഞ്ഞേക്കണെന്നുള്ള കണ്ടന്റ് മാത്രമേ നമുക്ക് വേണ്ടൂ കേട്ടോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. പിന്നെ ഡേറ്റ് ഒക്കെ പഠിക്കണം. ഇനി ഷെൽട്ടർ ഹോമുകളുടെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെഷൻ 6. അതായത് ഈ ഷെൽട്ടർ ഹോമുകൾ എന്താണെന്നാണ് ഈ പറയണത്. ഇപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ പരാതിക്കാരി തന്നെ നേരിട്ടോ അഭയം നൽകണമെന്ന് അപേക്ഷിച്ചാൽ ഷെൽട്ടർ ഹോമുകളുടെ ചുമതലയുള്ള നൽകേണ്ടതാണ്. അതായത് ഷെൽട്ടർ ഹോം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ എന്താ പറയാ, ഈ കുട്ടികളെയൊക്കെ ശിശുക്ഷേമ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടല്ലേ, അമ്മത്തൊട്ടില് പോലെയൊക്കെ, അതേപോലെ ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങളൊക്കെ എന്തെങ്കിലും ലൈംഗികമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഗാർഹിക പീഡനമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാറ്റാനായിട്ടുള്ള താൽക്കാലിക ഇടങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഷെൽട്ടർ ഹോമുകൾ എന്ന് പറയാം. അത് ഗവൺമെന്റ് അണ്ടറിലുള്ള കുറെ ഷെൽട്ടർ ഹോമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ പരാതിക്കാരി നേരിട്ടോ, ഇതിപ്പോ നമുക്ക് നമ്മുടെ വീട്ടില് നിൽക്കാൻ ഒരു വഴിയില്ല, ഭയങ്കര ഗാർഹിക പീഡനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഷെൽട്ടർ ഹോം നൽകാനായിട്ട് ഈ ഷെൽട്ടർ ഹോമിന്റെ ചുമതലയുള്ള ആള് അത് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറോ, അപ്പൊ നമ്മൾ ലീഗലിയാണ് അത് പോണത്, പോലീസിനെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെയോ സർവീസ് പ്രൊവൈഡറെ ഒക്കെ അറിയിച്ചിട്ടാണ് ഇത് പോണത്. അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ പരാതിക്കാരി തന്നെ നേരിട്ട് പറഞ്ഞാലും അഭയം കൊടുക്കണം എന്നാണ് റൂള്. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ലീഗലി പോണു എന്ന് മാത്രം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭയം കൊടുക്കാനായിട്ട് ഉത്തരവാദിത്തം ഉണ്ട്. ആ കുട്ടിക്ക് നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ അങ്ങനെ നേരിട്ട് വന്ന് ചോദിച്ചിട്ട് അഭയം കൊടുത്തില്ലെങ്കിൽ ഇവരൊക്കെ കുറ്റക്കാരാവും. ഒരു പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ പരാതിക്കാരി തന്നെ നേരിട്ടോ അഭയം നൽകണമെന്ന് അപേക്ഷിച്ചാൽ ഷെൽട്ടർ ഹോമുകളുടെ ചുമതലയുള്ള ആൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സെഷൻ 7 പറയുന്നത് ചികിത്സാ സംവിധാനത്തെ പറ്റിയാണ്. അതായത് പരാതിക്കാരി നേരിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ പരാതിക്കാരിക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടാൽ മെഡിക്കൽ സംവിധാനത്തിന്റെ ചുമതലയുള്ള ആൾ അത് ലഭ്യമാക്കണം. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സ വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ വഴി പോവാം, അല്ലെങ്കിൽ അങ്ങനെ അവര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരിക്ക് നേരിട്ട് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സംവിധാനത്തിന്റെ ചുമതലയുള്ള ആള് അത് കൊടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ നിയമനം ആണ് ഈ പറയണത്. ഓരോ ജില്ലയിലും ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ എണ്ണം, ഓരോരുത്തരും ചുമതല വഹിക്കേണ്ട പ്രദേശം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറെ ആരാണോ അപ്പോയിന്റ് ചെയ്യണമെന്ന്, അത് കേരള ഗവൺമെന്റ് ആണ്. അപ്പോ ഓരോ ജില്ലയിലും പ്രൊട്ടക്ഷൻ ഓഫീസർമാരുണ്ട്, ഓരോ പ്രദേശത്തും പ്രൊട്ടക്ഷൻ ഓഫീസർമാരുണ്ട്. അത് നമ്മുടെ അറിയാത്തോണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ സർക്കാർ നിശ്ചയിക്കുന്ന തരത്തിലായിരിക്കും കേട്ടോ. ഇനി സെഷൻ 9 പറയാം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലകളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് പറയണത്. ഇനി ഒരു മജിസ്ട്രേറ്റിന്, നമ്മളിപ്പോ കുറെ മജിസ്ട്രേറ്റിന് ഒക്കെ പരാതി കൊടുക്കാം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് സർവീസ് പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഒക്കെ പരാതി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഈ ഒരു മജിസ്ട്രേറ്റിന് കുറെ ഉത്തരവുകൾ പാസ്സാക്കാൻ പറ്റും. അത് ഏതൊക്കെ ഉത്തരവുകളാണെന്നാണ് ഇനി പറയണത് കേട്ടോ. പ്രതിയോടോ അല്ലെങ്കിൽ പീഡനത്തിനിരയായ സ്ത്രീയോടോ ഒന്നെങ്കിൽ
തനിച്ചോ അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചോ കൗൺസിലിങ്ങിന് വിധേയരാകാൻ നിർദ്ദേശിക്കുക. അതായത് ആ പെൺകുട്ടി, പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് കൗൺസിലിങ്ങിന് വിധേയരാവണമെന്ന് നിർദ്ദേശിക്കാൻ പറ്റും. അതേപോലെ പ്രതി എന്ന് പറയുമ്പോൾ അവിടെ മേ ബി അമ്മായിമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. അപ്പൊ അവര് ഒന്നിച്ച് വേണമെങ്കിൽ കൗൺസിലിംഗ് പറയാം, അല്ലെങ്കിൽ തനിച്ച് കൗൺസിലിംഗ് പറയാം. ഇനി സ്ത്രീയെ വീട്ടിൽ നിന്നോ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നോ പുറത്താക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കാൻ പറ്റും. ഇപ്പൊ ചില വീട്ടില് അമ്മായിയമ്മമാര് ഈ മരുമക്കളെ ഇറക്കി വിടാനൊക്കെ നോക്കണവരൊക്കെ ഉണ്ടാവാം. മേ ബി ഹസ്ബൻഡ് ഇറക്കി വിടാം. ഈ പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിലും പോകാൻ പറ്റില്ലാത്ത അവസ്ഥ, കെട്ടിയവനാണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അവസ്ഥയൊക്കെ മേ ബി ഉണ്ടാവാം. എല്ലാവരുടെ ലൈഫിൽ ഇല്ലെങ്കിലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മള് അവരുടെ ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുതെന്ന് മജിസ്ട്രേറ്റിന് ഉത്തരവിടാൻ പറ്റും. അപ്പൊ സ്ത്രീയെ വീട്ടിൽ നിന്നോ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്നോ പുറത്താക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കാൻ പറ്റും. ഇനി ആവശ്യമെങ്കിൽ നടപടി ക്രമങ്ങൾ രഹസ്യമായി നിർദ്ദേശിക്കാവുന്നതാണ്. ചില പെൺകുട്ടികൾ പറയും ഇത് രഹസ്യമായിട്ട് നടത്തണം, ഇൻ ക്യാമറ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ രഹസ്യമായിട്ട് നടത്താൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സെക്ഷുവലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ മിസ്യൂസ് ഒക്കെ നടന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ടൊക്കെ നടത്താം. സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ നൽകാൻ പറ്റും. ഈ മജിസ്ട്രേറ്റിന് പാസ്സാക്കാവുന്ന ഉത്തരവാണ്. ഇനി ഗാർഹിക പീഡനത്തിന്റെ ഫലമായി പീഡിതയായ വ്യക്തിക്കും പീഡനത്തിന് ഇരയായ വ്യക്തിയുടെ ഏതെങ്കിലും കുട്ടിക്കും ഉണ്ടായ ചെലവുകളും നഷ്ടങ്ങളും നികത്താൻ ധനസഹായം അനുവദിക്കാൻ മജിസ്ട്രേറ്റിന് ഉത്തരവിടാം. അപ്പൊ ഈ പറഞ്ഞ ഒരു പെൺകുട്ടി ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും ചെലവിനും ഈ ഉണ്ടായ നഷ്ടങ്ങൾക്കും ഒക്കെ ഉള്ളതൊക്കെ ധനസഹായം നൽകാനൊക്കെ ആയിട്ട് ഹസ്ബൻഡിനെതിരെയൊക്കെ ഉത്തരവിടാൻ പറ്റും. ഇനി കസ്റ്റഡി ഓർഡറുകൾ നൽകുക, അതായത് ഏതെങ്കിലും കുട്ടിയുടെയോ കുട്ടികളുടെയോ താൽക്കാലിക കസ്റ്റഡി പീഡനത്തിനിരയായ വ്യക്തിക്ക് നൽകുക. കസ്റ്റഡി ഓർഡർ ഒക്കെ കൊടുക്കുക മജിസ്ട്രേറ്റിന് ഉത്തരവാദിത്തമുണ്ട്. പ്രതി നടത്തിയ ഗാർഹിക പീഡന പ്രവർത്തികൾ മൂലമുണ്ടാകുന്ന മാനസിക പീഡനവും വൈകാരിക ക്ലേശവും ഉൾപ്പെടെയുള്ള പരിക്കുകൾക്ക് നഷ്ടപരിഹാരം നൽകുക. മജിസ്ട്രേറ്റിന്റെ ഏതെങ്കിലും ഉത്തരവിന്റെ ലംഘനം നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റാണ്. ഈ മജിസ്ട്രേറ്റ് ഇങ്ങനെ ഓർഡർ ഇട്ടു, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും വീട്ടിലുള്ള ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിയമപ്രകാരം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റാണ്. അപ്പൊ ഈ മജിസ്ട്രേറ്റിന് എന്തൊക്കെ ഉത്തരവിടാം? കൗൺസിലിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിർദ്ദേശിക്കും, ഉത്തരവിടാം. ആ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉത്തരവിടാം. രഹസ്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവിടാം. പ്രൊട്ടക്ഷൻ ഓർഡർ നൽകാൻ ഉത്തരവിടാം. അതേപോലെ അവൾക്ക് എന്തെങ്കിലും രീതിയിൽ നഷ്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ചെലവിനുള്ള പൈസയൊക്കെ വേണം, ധനസഹായം വേണം അനുവദിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടാം. കസ്റ്റഡി ഓർഡർ കൊടുക്കാനായിട്ട് ഉത്തരവിടാം. പിന്നെ അവൾക്ക് എന്തെങ്കിലും മാനസികവും വൈകാരികവുമായ ക്ലേശം ഉൾപ്പെടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിടാം. ഇനി മജിസ്ട്രേറ്റിന്റെ ഈ ഉത്തരവ് ലംഘിച്ചു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റാണ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആണോ? 2-3 പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ, കുറച്ച് കാര്യങ്ങളുള്ളൂ. ക്ലിയർ ആണോ? ഒരു വട്ടം കൂടി വായിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. കാണാപ്പാഠം പഠിക്കണ്ട കേട്ടോ, കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ആൻസർ കിട്ടും. നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ വായിക്കണത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, കണ്ടന്റ് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ? പൊക്കോട്ടെ? പോട്ടെ? ഓക്കെ. ഇനി ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ചുമതല, നേരത്തെ നമ്മൾ മജിസ്ട്രേറ്റ് ഏതൊക്കെ ഉത്തരവുകൾ ഇടാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്രൊട്ടക്ഷൻ ഓഫീസറിന് കുറച്ച് ചുമതലകളുണ്ട്. വനിതാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മജിസ്ട്രേറ്റിനെ സഹായിക്കണം. ഇത് ഇവരുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുമുണ്ട്. വനിതാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മജിസ്ട്രേറ്റിനെ സഹായിക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ് കേട്ടോ. ഓക്കെ. ഈ മജിസ്ട്രേറ്റിനെ സഹായിക്കാനായിട്ട്
ലാസ്റ്റ് പറയാം. ഇനി DIR തയ്യാറാക്കണത്, ഈ DIR എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ടാണ്. ഈ DIR തയ്യാറാക്കേണ്ടതും പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ചുമതലയാണ് കേട്ടോ. പിന്നെ ഇരയായ വ്യക്തിക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിയമപരിരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം പ്രൊട്ടക്ഷൻ ഓഫീസറിന്റേതാണ്. ഒരു മജിസ്ട്രേറ്റിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഹായ കേന്ദ്രങ്ങളുടെയും കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെയും ഷെൽട്ടർ ഹോമുകളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒക്കെ ലിസ്റ്റ് സൂക്ഷിക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസർ. അതായത് ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി, ഗാർഹിക പീഡനത്തിന് ഇരയായി വന്നു, ആ പെൺകുട്ടിക്ക് ആശുപത്രി മെഡിക്കൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് അറിയണമല്ലോ എവിടെയൊക്കെ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, എവിടേക്കാണ് ഈ കുട്ടീനെ കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇപ്പൊ അഭയം, ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാലല്ലേ മാറ്റാൻ പറ്റുള്ളൂ. അതൊക്കെ ആ ലിസ്റ്റ് ഒക്കെ സൂക്ഷിക്കേണ്ടത് ഈ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. അപ്പോ മജിസ്ട്രേറ്റിനെ സഹായിക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്, അതായത് ഇങ്ങനെയൊക്കെ പരാതി നടന്നു എന്നൊക്കെ പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് ഈ DIR എന്ന് പറഞ്ഞ സാധനം. അത് സൂക്ഷിക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. നിയമപരിരക്ഷ ആ പെൺകുട്ടിക്ക് ഉറപ്പു വരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം പ്രൊട്ടക്ഷൻ ഓഫീസറിന്റേതാണ്. പിന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ പരിധി വരുന്ന എല്ലാ നിയമസഹായ കേന്ദ്രങ്ങളുടെയും കൗൺസിലിംഗ് കേന്ദ്രങ്ങളുടെയും ഷെൽട്ടർ ഹോമുകളുടെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഒക്കെ ലിസ്റ്റ് സൂക്ഷിക്കണം. നിയമസഹായം കിട്ടുന്ന കേന്ദ്രങ്ങൾ, കൗൺസിലിങ്ങിനുള്ള കേന്ദ്രങ്ങൾ, ഷെൽട്ടർ ഹോമുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇതിന്റെ ഒക്കെ ലിസ്റ്റ് സൂക്ഷിക്കേണ്ടതും ആരായി? പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഇനി ഇരയായ വ്യക്തിക്ക് മതിയായ സംരക്ഷണം ഒരുക്കേണ്ടതും പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തമാണ്. പരാതിക്കാരി ആവശ്യപ്പെടുന്നെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഹോം ലഭ്യമാക്കുകയും, ഇനി ഷെൽട്ടർ ഹോം കൊടുത്താൽ മാത്രം പോരാ, ഈ വിവരം ഷെൽട്ടർ ഹോം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ചിലപ്പോ ഉത്തരവാദിത്തം അങ്ങനെ വെറും വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോയിക്കിട്ട് കാര്യമില്ലല്ലോ. നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇതൊക്കെ കൃത്യമായിട്ട് ലീഗലി റെക്കോർഡഡ് ആവണം. അതുകൊണ്ടാണ് ഈ മജിസ്ട്രേറ്റിനെയും പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിക്കണം എന്ന് പറയുന്നത് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ. ഇരയായ വ്യക്തിയുടെ വൈദ്യ പരിശോധന റിപ്പോർട്ട് ചെയ്ത് നടപടി എടുക്കുന്നതും പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഇനി ഈ മജിസ്ട്രേറ്റ് ഇപ്പൊ എന്തെങ്കിലും സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഉത്തരവിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ സാമ്പത്തിക സഹായം ലഭ്യമായി എന്ന് ഉറപ്പ് വരുത്തേണ്ടതും പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തമാണ്. ഈ നിയമപ്രകാരം കോടതി ഉത്തരവില്ലാതെ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥന് പരാതിക്കാരിയുടെ വീട് സന്ദർശിക്കാൻ കഴിയില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. കോടതി ഉത്തരവില്ലാണ്ട് ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ആണെന്നും പറഞ്ഞിട്ട് ആ പരാതിക്കാരിയുടെ വീട് സന്ദർശിക്കാൻ ഒരു അനുവാദവും ഇല്ല കേട്ടോ. ഇനി ഇരയ്ക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുക, അത് മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തോളും, അതിന് സഹായിച്ചാൽ മതി. അതൊക്കെ കിട്ടിയെന്ന് ഉറപ്പ് വരുത്തേണ്ടതൊക്കെ ഈ പറഞ്ഞ ഈ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ചുമതലയാണ്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ചുമതലകൾ ചോദിക്കാറുണ്ട്. മജിസ്ട്രേറ്റിനെ സഹായിക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. നിയമപരിരക്ഷ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. അതേപോലെ തന്നെ നിയമ സഹായ കേന്ദ്രങ്ങള്, കൗൺസിലിംഗ് കേന്ദ്രങ്ങള്, ഷെൽട്ടർ ഹോമുകള്, ആരോഗ്യ കേന്ദ്രങ്ങള്, ആ ഒരു മജിസ്ട്രേറ്റിന്റെ പരിധി വരുന്ന ഇത്രയും സാധനങ്ങളുടെ ലിസ്റ്റ് സൂക്ഷിക്കേണ്ടത് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. മതിയായ സംരക്ഷണം ഒരുക്കേണ്ടത് ഈ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഷെൽട്ടർ ഹോം ആവശ്യപ്പെടുകയാണ് ഈ പെൺകുട്ടി എന്നുണ്ടെങ്കിൽ ഷെൽട്ടർ ഹോം പ്രൊവൈഡ് ചെയ്യുകയും വേണം. അത് ആ സ്ഥലത്തെ മജിസ്ട്രേറ്റ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അറിയിക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. വൈദ്യ പരിശോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് ചെയ്ത് നടപടി എടുക്കേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. സാമ്പത്തിക സഹായം ലഭ്യമായി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഇനി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരു കോടതി ഉത്തരവില്ലാണ്ട് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ പുറപ്പെടുവിക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ചുമതലയാണ്. ക്ലിയർ ആണോ? ഇത്രയും ചുമതല ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാന്ന്? അതിൽ മജിസ്ട്രേറ്റിനെ സഹായിക്കണത് പ്രത്യേകം എടുത്ത് പഠിക്കുക കേട്ടോ. DIR ആരെ തയ്യാറാക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്.
ഇനി സേവനദാതാക്കൾക്കും സർവീസ് പ്രൊവൈഡർക്കും ഏറെക്കുറെ ഇതേപോലത്തെ ഒക്കെ തന്നെ ഉത്തരവാദിത്തമാണ്. പക്ഷെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ് കേട്ടോ, സർവീസ് പ്രൊവൈഡറെ അപേക്ഷിച്ച്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരും ഒന്നും പറയണില്ലല്ലോ. ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? അപ്പൊ അടുത്തതിലേക്ക് പോവാട്ടോ. ഇനി സേവനദാതാക്കൾ ആരാണെന്നാണ് ഈ പറയുന്നത്, സർവീസ് പ്രൊവൈഡേഴ്സ്. അത് സെക്ഷൻ 10 പറയണതാണ്. പീഡനത്തിന് ഇരയായവർക്ക് അടിയന്തര സഹായം, അഭയം, ചികിത്സ, കൗൺസിലിംഗ്, മാർഗനിർദ്ദേശം എന്നിവ നൽകുകയാണ് സേവനദാതാക്കളുടെ പ്രധാന ലക്ഷ്യം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ ഒരു ഗാർഹിക പീഡനം നടന്നു എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സേവനദാതാക്കളെ അടുത്താണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ അടുത്ത് വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ തന്നെ പോലീസിനെ ഒക്കെ പോലീസിന്റെ അടുത്തൊക്കെ നമുക്ക് പരാതി കൊടുക്കാം. ഓക്കെ, അപ്പം ഇവർക്കൊക്കെ ഉത്തരവാദിത്തം ഈ പെൺകുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യൽ തന്നെയാണ് കേട്ടോ. ഇനി സേവനദാതാവിന്റെ ചുമതലകൾ പറയുന്നുണ്ട്. പരാതിക്കാരിയുടെ താല്പര്യപ്രകാരം നിശ്ചിത ഫോറത്തിൽ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ്, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്ക് നൽകുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സേവനദാതാക്കള് ഈ സെയിം ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും അവർ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ അത്രയും പദവിയുള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ DIR ഇവർക്ക് തയ്യാറാക്കാം. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് പ്രൊട്ടക്ഷൻ ഓഫീസറെ പോലെ സേവനദാതാവിന് തയ്യാറാക്കാം. പക്ഷെ അത് മജിസ്ട്രേറ്റിനെ മാത്രം മറ്റൊരു കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവരെ സംബന്ധിച്ച്, സേവനദാതാക്കളെ സംബന്ധിച്ച് ആ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർക്കും കൂടി കൊടുക്കേണ്ടി വരും. പരാതിക്കാരിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും പരിശോധനാ റിപ്പോർട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്ക് നൽകുകയും ചെയ്യണം. ഇവരെന്ത് ചെയ്താലും അത് മിക്കവാറും മജിസ്ട്രേറ്റിനും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും ഒക്കെ കൊടുക്കേണ്ടി വരും. ഇനി പരാതിക്കാരി ആവശ്യപ്പെടുന്നെങ്കിൽ ഷെൽട്ടർ ഹോമിൽ പ്രവേശിപ്പിക്കുകയും ഈ വിവരം ഗാർഹിക അതിക്രമം നടന്നതായി ആരോപിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ഈ നിയമം നടപ്പിലാക്കുന്നതിന് ഉത്തമ വിശ്വാസത്തോടു കൂടി ഏതെങ്കിലും കാര്യം ചെയ്യുകയോ ചെയ്തതായി കണക്കാക്കുകയും ഏതെങ്കിലും കാര്യത്തിന് സേവനദാതാക്കൾക്കെതിരെ ഏതെങ്കിലും അംഗത്തിന് യാതൊരുവിധ കേസോ പ്രോസിക്യൂഷൻ നടപടി, അതായത് ഒന്നുമില്ല. ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും ആക്സിഡന്റ് ആയ ആളെ സഹായിക്കാൻ പോവില്ലാത്തതിന്റെ കാരണം ഈ പ്രശ്നങ്ങള് നമുക്ക് ആ സഹായിച്ചതിന്റെ പേരിൽ ബാക്കി പ്രശ്നങ്ങളും നൂലാമാലകൾ വരും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതേപോലെ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ഇതിന്റെ പേരിൽ ഈ പെൺകുട്ടി പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വാദി പ്രതി ആവണ പോലെ സർവീസ് പ്രൊവൈഡർ പെടരുത് എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ക്ലോസ് വെച്ചേക്കണത്. അപ്പൊ ഈ നിയമം നടപ്പിലാക്കുന്നതിന് ഉത്തമ വിശ്വാസത്തോടു കൂടി ഏതെങ്കിലും കാര്യം ചെയ്യുക, ഈ സർവീസ് പ്രൊവൈഡർ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ചെയ്തതായി കണക്കാക്കുക ആയ ഏതെങ്കിലും കാര്യത്തിന് സേവനദാതാക്കൾക്കെതിരെയോ ഏതെങ്കിലും അംഗത്തിനെതിരെയോ യാതൊരു കേസോ എടുക്കാൻ പാടില്ല. അതായത് സഹായിച്ചതിന്റെ പേരില് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് ആക്ഷൻ എടുത്തതിന്റെ പേരിൽ ഈ പറഞ്ഞ സേവനദാതാക്കൾക്കെതിരെ ഒരു നിയമ നടപടികളും വരുത്താൻ പാടില്ല, അത് വരില്ല എന്നാണ് പറയണത്. അത്രേ ഉള്ളൂ അത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് പറയണതാണ് സർക്കാരിന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സർക്കാരിനുണ്ട് കുറച്ച് ചുമതലകള്. ഈ നിയമത്തിലെ കാര്യങ്ങൾക്ക് റേഡിയോ, പത്രം, ടെലിവിഷൻ എന്നീ പൊതുമാധ്യമങ്ങൾ വഴി വ്യാപകമായി കാലാകാലങ്ങളിൽ പരസ്യം നൽകുക. ഇങ്ങനെയൊക്കെ പരസ്യം കൊടുത്താലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു നിയമം ഉണ്ട്, ഇതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ അതൊക്കെ റേഡിയോ, പത്രം, ടെലിവിഷൻ എന്നീ പൊതുമാധ്യമങ്ങൾ വഴി പരസ്യം നൽകുക. വിവിധ മന്ത്രാലയങ്ങൾക്ക് കോടതി ഉൾപ്പെടെ ആവശ്യമായ പ്രവർത്തന രേഖ തയ്യാറാക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രവർത്തന രേഖയൊക്കെ തയ്യാറാക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെയുള്ള സംരക്ഷണത്തിന് വിവിധ സേവനങ്ങൾ നൽകുന്ന സർക്കാർ വകുപ്പുകളായ നിയമം, ആഭ്യന്തരം, പോലീസ്, ആരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നിവയുടെ കാര്യക്ഷമമായ ഏകോപനം നടത്തുകയും കാലാകാലങ്ങളിൽ റിവ്യൂ നടത്തുകയും ചെയ്യുക. അതായത് ഈ പറഞ്ഞ ഒരു ഗാർഹിക പീഡനം, അതിക്രമം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ സംരക്ഷണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് സംരക്ഷണം നൽകേണ്ട ആൾക്കാരുകളാണ് സർക്കാർ വകുപ്പുകളാണ് നിയമം,
അതായത് നിയമപരിരക്ഷ കുട്ടിക്ക് ഉറപ്പുവരുത്തണം. ആഭ്യന്തരം, പോലീസ്, ആരോഗ്യ, സാമൂഹിക ക്ഷേമം അവരെയൊക്കെ നന്നായിട്ട് ഏകോപിപ്പിച്ച് കാലാകാലങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്തി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തണം. ഇനി അധ്യായം 4 പറയുന്നത് പരിഹാരം നേടുന്നതിന് വേണ്ട ഉത്തരവുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ്. ഇനി സെഷൻ 12 മജിസ്ട്രേറ്റിന്റെ അപേക്ഷ, നമ്മൾ നേരത്തെ പറഞ്ഞു മജിസ്ട്രേറ്റിനുള്ള അപേക്ഷയുടെ കാര്യം. ഇനി മജിസ്ട്രേറ്റ് മുമ്പാകെ പരാതിക്കാരിയോ പരാതിക്കാരിക്ക് വേണ്ടി മറ്റാരെങ്കിലോ പ്രൊട്ടക്ഷൻ ഓഫീസറോ ഈ നിയമപ്രകാരമുള്ള ഒന്നോ അതിലധികം ആശ്വാസ നടപടികൾക്ക് വേണ്ടി അപേക്ഷിക്കാം. അതായത് ചിലപ്പോ പൈസക്ക് ഒന്നോ അതിലധികമോ ആശ്വാസ നടപടിക്ക് വേണ്ടി അപേക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ പൈസക്ക് വേണമെങ്കിൽ ഇപ്പൊ പൈസ വേണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അപേക്ഷിക്കാം. എന്തെങ്കിലും ജീവനാംശമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. എന്തെങ്കിലും നമുക്ക് ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ അതിന് അപേക്ഷിക്കാം. നിയമപരിരക്ഷ വേണമെങ്കിൽ അതിന് അപേക്ഷിക്കാം. അങ്ങനെ പല ആശ്വാസ നടപടികൾക്ക് ഒരെണ്ണത്തിന് മാത്രമല്ല, ഒന്നോ അതിലധികമോ ഇങ്ങനെയുള്ള ആശ്വാസ നടപടിക്ക് വേണ്ടി അപേക്ഷിക്കാം. മജിസ്ട്രേറ്റ് ലഭിച്ച അപേക്ഷയിന്മേൽ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് പ്രൊട്ടക്ഷൻ ഓഫീസറോ സേവനദാതാവോ നൽകിയിട്ടുള്ള DIR പരിഗണിക്കേണ്ടതാണ്. ഈ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ആള് ഈ അപേക്ഷ പരാതിക്കാരി കൊടുത്ത അപേക്ഷയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഈ അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന DIR ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അതൊക്കെ ഒന്ന് വായിച്ച് പരിഗണിച്ചിട്ട് വേണം ഉത്തരവ് പുറപ്പെടുവിക്കാൻ എന്നാണ് പറയണത്. ആശ്വാസ നടപടി വഴി ലഭിക്കുന്ന പരിഹാര ഉത്തരവ് പരാതിക്കാരിക്കുണ്ടായ പരിക്കിനോ നഷ്ടത്തിനോ കേസ് കൊടുക്കുന്നതിന് തടസ്സമല്ല. അതായത് ഇപ്പൊ എന്തെങ്കിലും പരിക്കുകൾ ഈ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോ ചികിത്സക്ക് വേണ്ട പൈസ കൊടുക്കാനൊക്കെ പറയാം. അത് ചികിത്സക്ക് ഇപ്പൊ പൈസ കൊടുത്തു എന്നതിന് പേരില് ആ കുട്ടീനെ പരിക്കേൽപ്പിച്ചതോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടായ നഷ്ടത്തിനോ അത് പൈസ കൊടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിക്കേണ്ടാന്ന്. അതിനുള്ള വേറെ ഇത് വരും, വേറെ കേസായിട്ട് വരും. ആശ്വാസ നടപടി വഴി ലഭിക്കുന്ന പരിഹാര ഉത്തരവ് പരാതിക്കാരിക്ക് ഉണ്ടായ പരിക്കിനോ നഷ്ടത്തിനോ കേസ് കൊടുക്കുന്നതിന് തടസ്സമല്ല. കേസിന്റെ വഴിക്ക് ഉപദ്രവിച്ചതിനുള്ള കേസ് വഴിക്ക് പോകും. ഇത് കോംപ്രമൈസ് ചെയ്ത് പൈസ കൊടുത്ത് ഒത്തു തീർക്കാനായിട്ട് അതായത് പൈസ കൊണ്ട് മാത്രം ഇത് നിൽക്കില്ല. പൈസ കൊടുത്തത് കൊണ്ട് മാത്രം ആ കുട്ടിക്ക് ഉണ്ടായ പരിക്കുകൾക്കൊന്നും റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നല്ല പറയണത്. പൈസയുടെ വഴിക്ക് ഒരു വഴിക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഉപദ്രവം ഉണ്ടായ അതിനുള്ള നിയമ നടപടികളും ആ വഴിക്ക് പോകും. എന്നാൽ ഇത്തരത്തിൽ വിധി ഉണ്ടായാൽ തുകയിൽ നിന്ന് മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ചിട്ടുള്ള ആശ്വാസ തുക കുറവ് വരുത്തിയ ശേഷം ബാക്കി തുക നൽകേണ്ടതുമാണ്. ഇനി പരാതി കോടതിയിൽ ലഭിച്ച 3 ദിവസത്തിനുള്ളിൽ വാദം കേൾക്കണം. ഇങ്ങനെ ഒരു പരാതി കോടതിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിനുള്ളിലാണ് വാദം കേൾക്കേണ്ടത്. പരാതി കോടതിയിൽ ലഭിച്ചതിന്മേൽ വാദം കേൾക്കുന്നതിനുള്ള തീയതി തീരുമാനിക്കുന്ന മജിസ്ട്രേറ്റ് ആണ് കേട്ടോ. വാദം കേൾക്കുന്നതിനുള്ള തീയതി ഏതാണെന്ന് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. ആദ്യ വിചാരണ തീയതി മുതൽ 60 ദിവസത്തിനകം മജിസ്ട്രേറ്റ് വാദം തീർപ്പാക്കണം. അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കോടതിക്ക് പരാതി കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ വാദം കേൾക്കുകയും വേണം, 60 ദിവസത്തിനകം ഈ വാദം തീർപ്പാക്കുകയും വേണം. അത് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. വാദം കേൾക്കുന്നതിനുള്ള തീയതി നിശ്ചയിച്ചുകൊണ്ടുള്ള നോട്ടീസ് മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നൽകും. ഈ 3 ദിവസത്തിനുള്ളിൽ ഏത് ഡേറ്റിലാണ് ഈ പറഞ്ഞ വാദം കേൾക്കണേന്നുള്ളത് ആ ഉത്തരവ്, ആ നോട്ടീസ് ആർക്കാണ് കൊടുക്കുക? പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ് കൊടുക്കുക. പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന നോട്ടീസ് 2 ദിവസത്തിനുള്ളിലോ മജിസ്ട്രേറ്റ് അനുവദിക്കുന്ന ഉചിതമായ സമയത്തിനുള്ളിലോ കക്ഷിക്ക് മറ്റാളുകൾക്കോ നൽകേണ്ടതാണ്. അപ്പോ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് എന്ത് ചെയ്യണം? മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ കക്ഷിക്ക് കൊടുക്കേണ്ടതാണ്. കക്ഷിക്കോ മറ്റാളുകൾക്കോ ഹിയറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ആ നോട്ടീസ് കൊടുക്കണം. നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു ഘട്ടത്തിലും പരാതിക്കാരിയും എതിർകക്ഷിയും ഒന്നിച്ചോ പ്രത്യേകമായോ സേവനദാതാവ് നൽകുന്ന കൗൺസിലിംഗിൽ പങ്കെടുക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരുമിച്ച് കൗൺസിലിംഗ് പങ്കെടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട്. അത്തരം കൗൺസിലിംഗ് നിർദ്ദേശിക്കുന്ന പക്ഷം 2 മാസത്തിനുള്ളിൽ കൂടാത്ത ഒരു തീയതിയിലായിരിക്കണം. 2 മാസം, അതായത് ഈ പറഞ്ഞ 60 ദിവസം ഇല്ലേ, 60 ദിവസത്തിനൊക്കെ വാദം തീർപ്പാക്കണം എന്നുള്ള പറയണത്. അപ്പൊ അതിനുള്ളിൽ ഈ പറഞ്ഞ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കണം. മജിസ്ട്രേറ്റ് തന്റെ ഏതെങ്കിലും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ സഹായിക്കുന്നതിനായി പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടതോ
അല്ലാത്തതോ ആയതും കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ ഒരു വനിതയുടെ സേവനം തേടാവുന്നതാണ്. അപ്പൊ ഇതിനെ സഹായിക്കാനായിട്ടേ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ഗാർഹിക പീഡനം ഉണ്ടായി എന്നറിയുകയാണെങ്കിൽ ആ ഇതിന് ഈ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പരാതിക്കാരിയുമായിട്ട് ബന്ധമുള്ള പെൺകുട്ടീനെ ഒരു സ്ത്രീയേനോ അല്ലെങ്കിൽ കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വനിതയുടെ സഹായം തേടാം. ആവശ്യമുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് തേടാം. അവളുമായിട്ട് ബന്ധത്തിലുള്ള ഒരു വനിതയുടെ അല്ലെങ്കിൽ കുടുംബക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ ഒരു വനിതയുടെ ഒക്കെ സേവനം വേണമെങ്കിൽ തേടാം. മജിസ്ട്രേറ്റ് സ്വയം തീരുമാനിക്കുകയോ കക്ഷികളിൽ ഒരാളെങ്കിലും ആവശ്യപ്പെടുകയോ ചെയ്യുന്ന പക്ഷം കേസിന്റെ വിചാരണ സ്വകാര്യതയിൽ നടത്താം. അതാണ് ഈ ഇൻ ക്യാമറ. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ ക്യാമറ എന്ന് കൊടുത്തിട്ട് കുറെ പേര് തെറ്റിച്ചുണ്ട്. ഇൻ ക്യാമറ എന്ന് പറഞ്ഞാൽ സ്വകാര്യതയിൽ നടത്താമെന്ന് ഉദ്ദേശിക്കണത് കേട്ടോ. അതായത് ഇപ്പൊ സെക്ഷൽ അബ്യൂസോ അങ്ങനെ എന്തെങ്കിലും നമുക്കിപ്പോ അവരെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് അങ്ങനെ ഈ കക്ഷി ആരെങ്കിലും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വകാര്യമായിട്ട് ഈ പറഞ്ഞ സ്വകാര്യതയിൽ ഈ പറഞ്ഞ കേസിന്റെ വിചാരണ നടത്താൻ പറ്റും. അതിന് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കക്ഷികളിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ നടത്താം. ഗാർഹിക ബന്ധത്തിൽ കഴിയുന്ന വനിതയ്ക്ക് പങ്കാളിയുമായി താമസിച്ച വീട്ടിൽ ഏതെങ്കിലും അവകാശമോ അധികാരമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വീട്ടിൽ തുടർന്ന് താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. അത് പറയണ സെക്ഷനാണ് 17. അതായത് ഇപ്പം ഞാൻ ഇവിടെ മരുമോളായിട്ട് വന്നു ഈ കുടുംബത്തില്, പക്ഷെ എനിക്കിപ്പോ ഈ പ്രോപ്പർട്ടിയുമേ യാതൊരു അവകാശവും മേ ബി ഉണ്ടാവില്ല. കാര്യം എന്റെ ഫാദർ ഇൻ ലോയ്ക്ക് ആയിരിക്കാം മേ ബി ഈ വീട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടെ കെട്ടി വന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യക്ഷത്തില് ഇതില് പങ്കൊന്നുമില്ല, ഇതിന് ഷെയർ ഒന്നുമില്ല. ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പ്രത്യക്ഷത്തില് ഒരു ഷെയർ ഇല്ലെങ്കിലും നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ട് ഈ നിയമപ്രകാരം. നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മള് താമസിച്ച വീട് ഈ വീട്ടില് ഇറക്കി വിടാനൊന്നും ആർക്കും അധികാരമില്ല. ഗാർഹിക ബന്ധത്തിൽ കഴിയുന്ന വനിതയ്ക്ക് പങ്കാളിയുമായി താമസിച്ച വീട്ടിൽ എന്തെങ്കിലും അവകാശമോ അധികാരം ഉണ്ടായാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ആ വീട്ടിൽ തുടർന്ന് താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. ഇതെന്തായാലും നോക്കണേ. ഓക്കെ. സെക്ഷൻ 18 പ്രൊട്ടക്ഷൻ ഓർഡറുകളെ പറ്റിയാണ് പറയുന്നത്. 19 താമസ സൗകര്യത്തിനുള്ള ഉത്തരവാണ് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഞാൻ പറയാം, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ചോദിക്കട്ടെ? ക്വസ്റ്റ്യൻ കുറച്ച് വാസ്റ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത് കേട്ടോ. അത് VFAയിൽ ചോദിച്ചതാണ് 2023 കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ, പരാതിക്കാരിക്ക് നിയമപരമായി അവകാശം ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ് കിട്ടും. ശരിയാണോ? മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? അതായത് ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടിക്ക് നിയമപരമായി ആ വീട്ടിൽ താമസിക്കാൻ അർഹതയുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കായിട്ടുള്ള ഉത്തരവ് കിട്ടും. നമ്മളെ അങ്ങനെ ആർക്കും ഇറക്കി വിടാനൊന്നും പറ്റില്ല എന്ന് അതിനെ വിലക്കിക്കൊണ്ടുള്ള ഉത്തരവുകൾ കിട്ടും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ് കിട്ടോ? ഫോർ എക്സാമ്പിൾ, ഞാൻ അത് കുറച്ചും കൂടി മനസ്സിലാക്കിക്കൊണ്ട് പറയാം. ചില ബുദ്ധിമാന്മാര്
ആ വീട്ടിൽ നിന്ന് മരുമോളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവർ എന്ത് ചെയ്യും, ഈ വീട് അങ്ങോട്ട് വിൽക്കാൻ പോവാണ്. അപ്പൊ പിന്നെ നിനക്ക് ഇതിൽ അവകാശമൊന്നും ഇല്ലല്ലോ, ഇനി ഇവിടെ കെട്ടിച്ചു വന്ന വീടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൈമാറ്റം ചെയ്യാൻ പോവാണ്, വിൽക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അവളെ ഇറക്കി വിടാൻ നോക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അതിനെ എതിർക്കക്ഷി ശ്രമിക്കുന്നത് വിലക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റുന്നു. ശരിയാണോ? ഇനി പറയാം, ശരിയാണോ? പെൺകുട്ടി വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിലക്കാൻ പറ്റും. അതൊക്കെ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അത് വിൽക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയ? അപ്പൊ പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർകക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ് കിട്ടൂട്ട. ഇനി അടുത്തത്, എതിർകക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവ്. ചില മരുമക്കള് ചെയ്യണ പോലെ കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള അച്ഛനും അമ്മയും, ചിലപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനും അമ്മയായിരിക്കും, അവരെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഉത്തരവ് മേടിച്ചെടുക്കാൻ പറ്റും. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? അത് അതിബുദ്ധിയുള്ള മരുമക്കൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാലോ. ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനും അമ്മയ്ക്കെതിരെ, അമ്മായിമ്മയ്ക്കെതിരെ പരാതി കൊടുത്താൽ മതിയല്ലോ, ഇവരെന്നെ ഉപദ്രവിച്ചു, ആ അതായത് ആ വീട്ടിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാനായിട്ട്, അവരെ ഇറക്കി വിടണമെന്ന് പറയാനായിട്ട് ഉത്തരവ് കിട്ടുമോ? പറയ, ആൻസർ പറ. യെസോ നോ എന്തെങ്കിലും ആൻസർ പറ. നിങ്ങക്ക് തോന്നണ ഒരു ആൻസർ പറ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ടോന്ന്. ഇല്ലാട്ടാ, അങ്ങനെയൊന്നും ആ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാനുള്ള ഉത്തരവൊന്നും കിട്ടില്ല. അവരുടെ കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കാനുള്ള ഉത്തരവ് കിട്ടും, അല്ലാണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഉത്തരവൊന്നും കിട്ടില്ല. ഓക്കെ, ആ വീട് വേണമെങ്കിൽ വിൽക്കാതിരിക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാതിരിക്കാനോ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഓർഡർ കിട്ടും, ഒരു തീരുമാനമാണോ വരെയൊക്കെ. പക്ഷെ ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടാനുള്ള ഉത്തരവൊന്നും കിട്ടില്ല. പിന്നെ അവര് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ സീനിയർ സിറ്റിസൺ ഇതിനും പവർഫുൾ ആയിട്ടുള്ള, അവർക്കും അവരെ സംരക്ഷിക്കാനുള്ള നിയമം വേറെ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഇനി പഠിക്കും. സീനിയർ സിറ്റിസൺ 60 വയസ്സിന് മുകളിലുള്ളതായിരിക്കുമല്ലോ മിക്കവാറും ഈ അച്ഛനും അമ്മയും. അപ്പൊ അവരെ സംരക്ഷിക്കാനായിട്ട് വേറെ നിയമമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തേക്ക് പോവാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഇനി എന്താണ് DIR, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്? ഗാർഹിക പീഡനത്തെ കുറിച്ചുള്ള പരാതി ലഭിച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫീസറോ സേവനദാതാവോ ഫോറം 1 ഗാർഹിക പീഡന നിയമത്തിൽ നൽകിയിരിക്കുന്നത് പോലെ ഒരു DIR തയ്യാറാക്കുകയും അത് മജിസ്ട്രേറ്റിന് സമർപ്പിക്കുകയും അതിന്റെ പകർപ്പുകൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന് സമർപ്പിക്കാൻ വേണം. ഒന്നുമില്ല, അങ്ങനെ ഒരു ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് പരാതി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ ഓഫീസറും സേവനദാതാവും അതൊക്കെ ഈ ഫോറം 1 ഇതില് ആ പരാതികളൊക്കെ എഴുതി അത് ആരെ ഏൽപ്പിക്കണം? മജിസ്ട്രേറ്റിനെ സമർപ്പിച്ച് അതിന്റെ പകർപ്പൊക്കെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് അതിന് ഉത്തരവാദിത്തം, ആ പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് സമർപ്പിക്കുകയും വേണം. ആ റിപ്പോർട്ടിനെയാണ് നമ്മൾ DIR എന്ന് പറയാം. അധ്യായം 5 മിസ്ലേനിയസ് ആണ് പറയണത് പലവക. ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ, ഇടക്കാല പ്രൊട്ടക്ഷൻ ഓർഡർ എതിർകക്ഷി ലംഘിച്ചതിനുള്ള ശിക്ഷ. അതായത് ഇപ്പൊ അമ്മായിമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മായിച്ചന് ഒരു പ്രൊട്ടക്ഷൻ, ഈ പെൺകുട്ടീനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി, അത് ലംഘിച്ചു കഴിഞ്ഞുള്ള ശിക്ഷയാണ് 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ കിട്ടും. അപ്പൊ ഈ പ്രൊട്ടക്ഷൻ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷയാണ് 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ വരെ പിഴയോ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കൂടി. കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാത്തതും കൊഗ്നിസബിളും ആയിരിക്കും. അതായത് ഈ ജാമ്യം കിട്ടാത്തത് അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊഗ്നിസബിൾ നമ്മൾ പിന്നെ പഠിക്കാം കേട്ടോ. ഇനി ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടിയായി പരിഗണിച്ചിരിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിലും സെക്ഷൻ 8(1) അനുസരിച്ച് പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ നിയമിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എല്ലാ ജില്ലയിലും ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫീസർമാര് കേട്ടോ. അത് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ. ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരാന്ന് ചോദിച്ചാൽ സ്ത്രീകളും ഉണ്ട്, അതേപോലെ തന്നെ കുട്ടികളും ഉണ്ട് കേട്ടോ.
ഈ നിയമം അനുസരിച്ച് കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി 30 ദിവസം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തെ പറ്റി പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? ഇനി ക്വസ്റ്റ്യൻ വേണോ നിങ്ങൾക്ക്? 2-3 ക്വസ്റ്റ്യനും കൂടി വേണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കേട്ടാ. ഇത് ബിവറേജ് LDക്ക് ചോദിച്ചതാണ് കേട്ടാ. പ്രസ്താവനയെ പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. ശരിയാണോ? പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിന്റെ ഓഹരി നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ഗാർഹിക പീഡനമാണ്. ആ, ബാക്കിയുള്ളവരും കൂടി ആൻസർ പറയൂ. നമുക്ക് മനസ്സിലായോ എന്നറിയണ്ടേ? ആ, അപ്പൊ നിയമപ്രകാരമുള്ള ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ് കേട്ടാ. ഇനി അടുത്ത പ്രസ്താവന, പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. ശരിയോ തെറ്റോ? ഒന്നും കൂടി വായിക്കണോ? ഒന്നുകൂടി വായിക്കാം. പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിന്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിന്റെ പരിധി വരുന്ന സാമ്പത്തിക പീഡനമാണ്. ഓക്കെ, അത് ശരിയാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാം. സ്ത്രീധന മരണമായിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷത്തിനുള്ളിൽ മരിക്കണം? അസ്വാഭാവിക മരണം എത്ര വർഷത്തിനുള്ളിൽ അസ്വാഭാവിക മരണത്തിനിടയായാലാണ് അത് സ്ത്രീധന മരണമായിട്ട് പറയാം? എല്ലാവരും ആൻസർ പറ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പറയൂ, ആൻസർ പറ. 7 കേട്ടാ, 7 വർഷത്തിനുള്ളിൽ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാ വർഷം? സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ഇത് പുതിയ CRT കൂടിയുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാട്ടോ ഞാൻ ഇത് പിന്നെയും ചോദിക്കണത്. പറയ്, സ്ത്രീധന നിരോധന നിയമത്തിന്റെ വർഷം. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴും വർഷം പറഞ്ഞതായിരുന്നു. ഓർമ്മയുണ്ടാ സ്ത്രീധന നിരോധന നിയമത്തിന്റെ വർഷം? ആർക്കും അറിയില്ലേ? 1961 കേട്ടാ. 1961 വർഷം. ഇനി SCRTയിലുള്ള ഒരു ഫാക്ട് വായിക്കുക. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണേ. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ശരിയോ തെറ്റോ? ബാക്കിയുള്ളവരും കൂടി പറഞ്ഞേ. ഓക്കെ, അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഈ ഭാഗത്തു നിന്നുള്ളത് കണ്ടന്റുകൾ ഇങ്ങനെ പഠിച്ചാൽ മതി. കാണാപ്പാടം ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. എന്തേലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിക്കുക, കണ്ടന്റ് മനസ്സിലാക്കുക, ഡേറ്റ് മാത്രം ഒന്ന് കാണാപ്പാടം പഠിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു.